എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് എൻ്റെ അനിയ ഉണ്ണിക്കുട്ടൻ്റെ നമ്മളെ അംഗൻവാടിയിലെ നമ്മളെ പ്രവേശനോത്സവമാണ് കേട്ടോ. ഇന്നപ്പോൾ ഓരോ പുതിയ കുട്ടികൾക്ക് പൂവൊക്കെ കൊടുത്തിട്ട് പഴയ സ്റ്റുഡൻസിനെ കൊണ്ട് പുതിയ സ്റ്റുഡൻസിന് പൂ കൊടുത്ത് വരവേൽപ്പിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ അനിയന് പൂവൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ടീച്ചർ അവിടുത്തെ. കൂടെ തന്നെ എൻ്റെ സ്കൂൾ പർച്ചേസിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ കൂടെയാണ്. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പടിക്കാതെ മുഴുവൻ കാണണം കേട്ടോ. ആണെങ്കിൽ ഒരു വിധത്തിൽ പൂവൊന്നും വാങ്ങിക്കില്ല. പിന്നെ അവനെ കൊണ്ട് എങ്ങനെയൊക്കെയോ നമ്മൾ പൂവൊക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയനാണെങ്കിൽ ഇങ്ങനെ തനിച്ചിരിക്കത്തില്ല കേട്ടോ. ഞാനും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ അവൻ നന്നായി കളിച്ച് തിരിച്ചിരിക്കും. മെനിങ്ങാന്ന് അവൻ നമ്മളൊക്കെ ഇല്ലാതെ അവനെ ഇരുത്തിയതാണോ എൻ്റെ പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ള പുതിയ കുട്ടികളെ വരവേൽപ്പിക്കുകയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അകത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ, ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ നല്ല ചൂട് ചായയും ബിസ്ക്കറ്റും പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ മുട്ടായിയും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗായ്സ്, നേഴ്സറി തൈവിളാകത്തുള്ള അംഗൻവാടിയാണ് കേട്ടോ. അംഗനവാടിയാണ് തൈവിളാകത്തുള്ള 2 ടീച്ചർമാരാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഒന്ന് അനിത ടീച്ചറും ഒന്ന് ഷീബ ടീച്ചറും. 2 പേര് കുട്ടികൾ നല്ല സ്നേഹമാണ്, നന്നായിട്ട് പഠിപ്പിക്കും, നന്നായിട്ട് നോക്കും, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. നല്ല ടീച്ചർമാരാണ് രണ്ടും. ഞാൻ യൂണിവേഴ്സിറ്റി തന്നെയാണ് മുമ്പ് പഠിച്ചത്, അതുകൊണ്ട് എനിക്കറിയാം 2 പേരും നല്ല പാവമാണ്. നല്ല സ്നേഹത്തോടെയാണ് എല്ലാവരും പഠിപ്പിക്കുന്നതും അതുപോലെ തന്നെ കളിപ്പിക്കുന്നതും എല്ലാം. ഞാനും അമ്മ ഇവിടെ ഇങ്ങനെ ഇന്ന് ടീച്ചറൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. എൻ്റെ അനിയൻ അവർ കുഞ്ഞുമക്കളെ കൂടെ പോയി കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പ്രവേശനോത്സവത്തിൽ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമായിരുന്നു. അപ്പം അതിന് വേണ്ടി അവിടുത്തെ ടീച്ചർ തന്നെ ഒരു പുലിക്കുട്ടിയുടെ മോഹം വട്ടത്തിൽ റൗണ്ടാക്കി കട്ട് ചെയ്ത രീതിയിൽ പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനാണ് ടീച്ചറിനെ ഫോട്ടോ എടുത്ത് കൊടുക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പം ഇങ്ങനെ ഓരോ കുട്ടികളെ കൊണ്ടുവന്ന് അതിൻ്റെ മുഖത്തിങ്ങനെ വച്ചിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ പൂവും കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ. പിന്നെ അത് തല വെച്ചിരിക്കാൻ തൊപ്പി ടീച്ചർ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് കേട്ടോ. തൊപ്പിയൊന്നും വെക്കാൻ എൻ്റെ അനിയൻ സമ്മതിച്ചില്ലെന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ തൊപ്പി വെച്ച ചെറിയൊരു ഫോട്ടോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ പുലിക്കുട്ടീൻ്റെ മാസ്ക് വയ്ക്കുക ഒട്ടും താമസിച്ചിട്ടുണ്ടായിരുന്നില്ല. അവനിങ്ങനെ വയ്ക്കത്തില്ല, ഒന്നും ഇങ്ങനത്തെ വയ്ക്കാറില്ല. പിന്നെ കുറേ സമയം കഴിഞ്ഞ് എല്ലാവരും പോയിട്ട് നമ്മൾ പതുക്കെ വെച്ചൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് കൗൺസിലറിനെ അടിച്ചു കൊടുക്കാനാണ്. കൗൺസിലറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ശേഷം അവിടെ വന്നിട്ടുള്ള എല്ലാ അമ്മമാരും കുട്ടികളും കൂടെ ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇത് ഞാനാണ് കേട്ടോ, ഞാൻ വീഡിയോ എടുക്കുന്നത്. കാരണം ഞാൻ അവിടെ വന്നിട്ടുണ്ട്, പക്ഷെ എന്നെ നിങ്ങളവിടെ കാണാൻ പറ്റിയിട്ടില്ലല്ലോ. കാരണം ഞാനല്ലേ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. അങ്ങനെ എൻ്റെ കൂടെ നേഴ്സറി പഠിച്ച കുട്ടി ഉണ്ടായിരുന്നു. അവളെ അനിയനെ ചേർക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒട്ടുമിക്ക എല്ലാവരും പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യമുള്ളവരൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഇരുന്നിട്ടുണ്ടായിരുന്നു. പഴയ ഈ അംഗൻവാടിയിൽ പഠിച്ച് ഇനി സ്കൂളിലോട്ട് പോകാൻ പോകുന്ന കുട്ടികളെ ഓരോ നൈറ്റ് ടീച്ചർ വിളിച്ച് അവരുടെ പേരൊക്കെ എഴുതി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഒരു ബുക്കും ഒരു പെൻസിലും കൂടെ ടീച്ചർ കൊടുക്കുന്നുണ്ട് പഴയ സ്റ്റുഡൻസിന്. ഞാനായിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന ടീച്ചറിനെ കണ്ടോ. അതിനുശേഷം ഈ പുതിയ കുട്ടികളില്ലേ, ആ പുതിയ കുട്ടികൾക്ക് ഒരു സ്പോഞ്ചിൻ്റെ സ്മൈലിയുടെ ഒരു സ്പോഞ്ച് ബോളായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ടീച്ചറാണെങ്കിൽ ആ പഴയ സ്പോഞ്ചാണെങ്കിൽ പുതിയ കുട്ടികൾക്കാണ് കൊടുക്കേണ്ടത്. അപ്പം കുറേ പുതിയ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവരൊക്കെ പോയപ്പോഴാണ് ടീച്ചർ ആലോചിച്ചത് അയ്യോ സ്പോഞ്ച് ബോൾ കൊടുത്തില്ലെന്ന്. പിന്നെ എൻ്റെ അനിയനാണെങ്കിൽ അവിടെ പുതിയ കുട്ടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അനിയന് മാത്രമാണ് ആ സ്പോഞ്ച് ബോൾ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും വാഷിലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ബോളൊക്കെ ഞാൻ ചേർന്ന് ടാറ്റയൊക്കെ പറഞ്ഞപ്പോൾ നേരെ പോയത് നമ്മുടെ ഉച്ചക്കടയിലുള്ള നമ്മുടെ ഒരു സൂപ്പർ മാർക്കറ്റിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മുകളിൽ ഇപ്പോൾ സ്കൂൾ പർച്ചേസിൻ്റെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനാണ് ഞാൻ പോയത്. എനിക്ക് ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട. നമ്മുടെ ഈ വാട്ടർ ബോട്ടിൽ, സ്നാക്സ് ബോക്സ്, ഷൂ, സോക്സ്, പിന്നെ തല വയ്ക്കാനുള്ള കുറച്ച് ഐറ്റംസ്, വളം, അങ്ങനെ മാത്രമേ എനിക്ക് വാങ്ങിക്കാവുള്ളൂ.
ഈ ബാഗും അതുപോലെ തന്നെ ബുക്സും പെൻസിൽ ബോക്സ് അങ്ങനെയൊക്കെ ഉള്ള എല്ലാം ഞാൻ പഴയത് തന്നെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങിച്ച് ഉപയോഗിക്കുക. അല്ലാതെ ഒരു വർഷം ഓരോന്നൊന്നും വാങ്ങിക്കേണ്ട. കഴിഞ്ഞ വർഷം വാങ്ങിച്ചാലും ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ പുലരിയിലെ മുകളിലത്തെ നിലയിലോട്ട് വന്നിട്ടുണ്ട്. അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സോക്സ് മാത്രം എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം സോക്സ് ഇവരുടേത് പ്ലെയിൻ നീല അങ്ങനെ കളറിലേ വരുള്ളൂ. സ്കൂളിൽ നിന്നാണ് എനിക്ക് ഈ നീലയിൽ വെള്ള വരെയുള്ള അതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു സ്കൂളിൽ നിന്ന് വാങ്ങിക്കണം. അങ്ങനെ ഞാൻ പറയുകയാണ്, എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളടുത്ത് പറയുകയാണ് കേട്ടോ. എൻട്രോയിൽ ഇപ്പോൾ എനിക്കുള്ള സാധനങ്ങൾ മാത്രമാണ് വാങ്ങിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നപ്പോൾ എൻ്റെ അച്ഛനും മോനും കൂടെ ഒരുമിച്ച് ഒരു 3 ബോൾ ഇഷ്ടപ്പെട്ടു. ഒരു സാധാരണ ബോൾ പിന്നെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയൻ ഇപ്രാവശ്യം ഒന്നും വാങ്ങിക്കുന്നില്ല, നേഴ്സറിയിലല്ലേ. അപ്പോൾ കുറച്ചും കൂടെ 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത വർഷം വല്ലതും അവന് ഉറിഞ്ചി കുടിക്കുന്ന ഒരു ബോട്ടിലും കൂടെ വാങ്ങിക്കണം, വെള്ളം കൊണ്ട് പോകണ്ടേ. അതുകൊണ്ട് നേഴ്സറി കൊണ്ടുപോകാൻ അത് പിന്നീട് ഒരു ദിവസം വാങ്ങിക്കണം. ഇപ്പോൾ വാങ്ങിക്കുന്നില്ല കേട്ടോ അവന്. അവിടെ നമുക്ക് എല്ലാം എടുത്തു തരുന്ന ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അളവ് 4 ഷൂവിൻ്റെ സൈസൊക്കെ എനിക്ക് 4 പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു 7-8 അങ്ങനെയൊക്കെ വരുന്നുള്ളത്. അപ്പോൾ ഷൂവിൻ്റെ സൈസ് 4 നോക്കി ആ ചേച്ചി നമുക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയനാണെങ്കിൽ ഇവിടെ ഇരുന്ന കളിപ്പാട്ടങ്ങളെല്ലാം വെച്ച് കളിയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് പോകുന്നവരവൻ കളിച്ചോട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ശല്യമൊന്നുമില്ല, നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമല്ലോ. കാരണം ഞാൻ അതിനുശേഷം അത് കൊടുത്തതിന് ശേഷം ഞാൻ വന്നിട്ട് 4 ജോഡി ബണ്ണ് വാങ്ങിച്ചു. വെള്ള ബണ്ണി വേണ്ടി 4 ജോഡി വെള്ള ബണ്ണും 2 ബോയും സ്കൂളിൽ വയ്ക്കാനുള്ള കരിനീല ബോയും ഒന്ന് വീട്ടിൽ വയ്ക്കാം ബോയും വാങ്ങിച്ച് ഒരു കർച്ചീഫും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കരിനീല വളയൊക്കെ വാങ്ങിച്ചത് നമ്മളല്ല കേട്ടോ, വേറെ ആരുമാണ്. പിന്നെ ഞാൻ 2 വളയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. വൈറ്റ് കളർ സ്കൂൾ വളയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ട്. അതിനുശേഷം എൻ്റെ അനിയന് വേറൊരു കടയിൽ കയറി അവന് ഇങ്ങനെ കറങ്ങുന്ന ടൈപ്പുള്ള ഒരു ഷൂ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് നേരെ വീട്ടിൽ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നൊന്ന് കാണിച്ചു തരണം. അവിടെ വെച്ച് കാണാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ സ്റ്റിക്കേഴ്സ് ടൈപ്പ് വരുന്ന ഷൂ ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, അടിപൊളി സാധനം, നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഇതേപോലെ നല്ല ക്യൂട്ട് ഇഷ്ടപ്പെട്ടൊരു കർച്ചീഫാണ് നമ്മൾ ലഞ്ച്. അതിനുശേഷം നമ്മളെന്താ ഒരു കവർ ഞാൻ തുറന്നെടുക്കുകയാണ്. അതിനകത്താണ് നമ്മൾ വേറെ ഐറ്റംസ് വരുന്നത്. അത് ഞാൻ തുറന്നെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഫസ്റ്റ് തന്നെ ഈ 3 ബോളാണ് കേട്ടോ അതിന് വേണ്ടി വാങ്ങിച്ചത്. അത് ഞാൻ മാറ്റി അങ്ങോട്ട് വയ്ക്കുന്നുണ്ട്. നന്നായിട്ട് കളിക്കാൻ നല്ല രസമാണ് കേട്ടോ ഇത് ഇങ്ങനെ കളിക്കാൻ. അതിനുശേഷം ഞാൻ ഡിസൈൻ പെടുന്ന 2 ബണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഇത് പൊട്ടിപ്പോന്നിരിക്കുന്നത് 2 വാങ്ങിച്ചിട്ട് ബാക്കി ഞാൻ സാധാരണ വൈറ്റ് ബണ്ണാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതിനുശേഷം 2 വെള്ള ബണ്ണ്, പക്ഷേ 2 വെള്ള വളം വാങ്ങിച്ചിട്ടുണ്ട് സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാൻ. അതിനുശേഷം ഒരു കരിനീല ബോയാണ് വാങ്ങിച്ചിട്ടുള്ളത് സ്കൂളിൽ വെച്ചിട്ടുണ്ടാകും. പക്ഷേ ഈ നല്ല അടിപൊളി ഒരു ഇട്ടിയൊക്കെയുള്ളൊരു ബോയും കൂടെ. പിന്നെ പറയാൻ പറഞ്ഞത് എൻ്റെ അമ്മയ്ക്കൊരു മുടിയിൽ വയ്ക്കാൻ ഒരു ക്ലിപ്പ് വേണമെന്ന് പറഞ്ഞ് അത്രേ വാങ്ങിച്ചിട്ടുള്ളൂ. അതിനുശേഷം ഇത് പിറ്റേ ദിവസം രാവിലെ ആണ് നമ്മൾ വേറൊരു ഷോപ്പിൽ പോയിട്ടാണ് നമ്മളെ വാട്ടർ ബോട്ടിൽ അതുപോലെ തന്നെ നമ്മളുടെ ലഞ്ച് ബോക്സ് സ്നാക്സ് ബോക്സ് വാങ്ങിച്ചിട്ടുള്ളത്. ഈ ഞാൻ കാണിക്കുന്ന ബാഗ് പഴയ ബാഗാണ്. ആ ബാഗൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ ഈ നീല കളർ ഒരു ഫ്ലാസ്ക് പോലത്തെ ടൈപ്പാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതിൻ്റെ പുറത്ത് ഞാൻ പേരൊക്കെ എഴുതി വെച്ചൊരു നല്ല ക്യൂട്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സ്നാക്സ് ബോക്സ് ആയിട്ട് ഈ ഒരു സ്റ്റീലിൻ്റെ റാബിറ്റിൻ്റെ മോഡലാണ് വരുന്നത്. അത് നല്ല കണ്ണാടിയൊക്കെ കണ്ണാടി പോലെ കാണാൻ പറ്റും അതിൻ്റെ അകത്ത്. അതിൽ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ലഞ്ച് ബോക്സ് ഇങ്ങനെ ഒരു പേപ്പർ പിക്കിൻ്റെ ആണ് കേട്ടോ വരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂണാണ്. അതിൻ്റെ അകത്ത് ഒരു കറി കൊണ്ടുവന്ന ഒരു കിണ്ണമുണ്ട്. അങ്ങനെ അത്രയും സാധനങ്ങളാണ് ഞാൻ മൊത്തത്തിൽ. അപ്പോൾ എൻ്റെ സ്കൂൾ ഷോപ്പിംഗ് മൊത്തത്തിൽ ഒറിജിനൽ തീർന്നിട്ടുണ്ട്. ഇനി നാളെ ആണ് നമ്മളെ സ്കൂൾ പ്രവേശനോത്സവം. അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ മറ്റന്നാൾ ട്യൂസ്ഡേ തൊട്ടാണ് എനിക്ക് റെഗുലർ ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോന്നായിട്ട് വീഡിയോസ് ഞാൻ പുറകെ ഇടുന്നതായിരിക്കും. അപ്പം സ്കിപ്പ് അടിക്കാതെ ഫുള്ള് എൻ്റെ വീഡിയോ ഇത്രയും നേരം ഇരുന്ന് കണ്ട എല്ലാ കുഞ്ഞുമക്കൾക്കും എല്ലാ മാമാർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു മനോഹരം ഒരു സാധാരണക്കാട്ടി കുഞ്ഞാണല്ലേ ഈ വീഡിയോ. ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ കമൻറ്റൊക്കെ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് മുത്തുമണി.